കുട്ടികൾക്ക് നേരെ വടിവാൾ വീശി ലീഗ് നേതാവിന്റെ മകൻ. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് പട്ടാപ്പകൽ കുട്ടികൾക്ക് നേരെ വടിവാൾ വീശിയുള്ള ഭീഷണി. കുട്ടികളുടെ പരാതിയിൽ പ്രതി ഹാരിസിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങൾ കാണാം ആദ്യം. പന്തുകളിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇവരുമായിട്ട് തർക്കിച്ച ആൾക്കാർ ഇവരന്വേഷിച്ച് പേരും വിവരങ്ങളും തിരക്കി അവർക്ക് എന്താ ജോലി, എവിടേക്കാണ് പോണേ, അതങ്ങനെ ഇവരൊരു ജീവനും ഭീഷണി മുഴക്കുന്നുണ്ട് ഇവർ. അങ്ങനെ ഒരു ഇതിലേക്ക് ഇപ്പോൾ പോകേണ്ടത്. പക്ഷേ നമുക്കിത് നല്ല രീതിയിൽ ഇനിയാണെങ്കിൽ ഞങ്ങൾ ക്ലബ്ബ് കുറേ നാളായിട്ട് നല്ല രീതിക്ക് പ്രവർത്തിച്ചു പോകുന്ന ക്ലബ്ബാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മളിതുവരെ ഒരു അടിയോ വിഷയം ഉണ്ടായിട്ടില്ല. ഇതൊരു ചെറിയൊരു കുട്ടികൾ നടത്തിയ പരിപാടികൾക്കിടയിൽ ഈ വലിയവർ വന്ന് വിഷയങ്ങളുണ്ടാക്കിയാണ് ഇത്രയും വിഷയം ഉണ്ടായത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരാളെ അടിച്ചമർത്തുക അങ്ങനെ പരിപാടികളല്ല. കൊച്ചിന് നമ്മൾ തെറ്റ് ചെയ്തതിന് റെഫറി ഫുട്ബോളിൻ്റെ മാന്യത വെച്ചിട്ടുള്ള ശിക്ഷയാണ് കൊടുത്തത്. റിയ ബേബിയുടെ വിവരങ്ങളുമായി. റിയ, ഈ ഫുട്ബോളിന്റെ മാന്യത വെച്ച് ശിക്ഷിക്കാൻ ആരാണിത്? ഹാരിയ, ഫുട്ബോൾ കളി അണ്ടർ-17 ഫുട്ബോൾ കളി മത്സരത്തിനിടയിൽ ഇപ്പോൾ വടിവാള് വീശി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ലീഗ് നേതാവിന്റെ മകനായ ഹാരിസ് എന്ന് പറയുന്ന ആൾ, ഇദ്ദേഹമാണ് വടിവാളുമായി എത്തുകയും കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഹാരിസിന്റെ മകൻ ടീമിലുണ്ടായിരുന്നു. റെഡ് കാർഡ് മകന് കിട്ടി. അങ്ങനെ കളിയിൽ നിന്ന് മകൻ പുറത്തായി. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചത്. ഇത് ചോദ്യം ചെയ്യാനായി ഹാരിസ് അവിടെ എത്തുന്നു. വടിവാള് കുട്ടികൾക്ക് നേരെ വീശുന്നു. അതിനിടയിൽ ഒപ്പമുണ്ടായിരുന്ന മകൻ ഒരാളെ പിടിച്ച് തള്ളുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും പട്ടാപ്പകൽ ഇന്നലെ 2 മണിക്കാണ് ഇങ്ങനെ കുട്ടികൾക്ക് നേർക്ക് വടിവാളുമായി വരികയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സംഭവം മൂവാറ്റുപുഴ മാറാടിയിൽ സംഭവിച്ചത്. ലീഗ് നേതാവ് PM അമീർ അലിയുടെ മകനാണ് ഈ ഹാരിസ്. സംഭവത്തിൽ ആയുധം കൈവശപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് പോലീസ് കേസെടുക്കുകയും ഹാരിസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ പറയുന്നത് തങ്ങൾക്കെതിരെ വലിയ ഭീഷണി മുഴക്കിയിട്ടുണ്ട്, പുറത്തിറങ്ങിയാൽ അപായപ്പെടുത്തുമെന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ അവിടെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഭീഷണി ഉണ്ട് എന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതേ തുടർന്നാണ് പോലീസ് ഹാരിസിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും അണ്ടർ-17 ഫുട്ബോൾ മത്സരത്തിനിടയിൽ മകന് റെഡ് കാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് ഇങ്ങനെ വടിവാളുമായി എത്തി കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവത്തിലേക്ക് നയിച്ചത്.